എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത കഥ, ഒരു പുതിയ കഥ പറഞ്ഞു തരാം. അമ്പാടിയിൽ ഭഗവാന്റെ 28ാം ദിവസം ആഘോഷിക്കാൻ പോവുകയാണ്. 28ാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന നക്ഷത്രം വീണ്ടും വരുന്നത് 27 നക്ഷത്രത്തിന് ശേഷം 28ാം നാളിലാണ്. ഈ നാളിലാണ് കുഞ്ഞിന് കറുത്ത ചരട് കെട്ടി കരിവളയും അണിയിക്കുന്നത്. ഈ കഥ കേൾക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരായ നിങ്ങൾക്കും ഇതുപോലെ 28ാം നാൾ ആഘോഷിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഇളയതായി വീട്ടിലുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ 28 കെട്ട് അല്ലെങ്കിൽ നൂൽകെട്ട് എന്ന ആഘോഷം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്നത്തെ ദിവസം എല്ലാ ബന്ധുക്കളെയും വിളിച്ച് എല്ലാവരും കൂടി ഒത്തുചേർന്ന് വലിയൊരു സദ്യ ഒരുക്കി, പായസം, പപ്പടം എന്നീ ഒരുപാട് വിഭവങ്ങളോടുകൂടി സദ്യ ഒരുക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുഞ്ഞിന് നൂൽ കെട്ടി കുഞ്ഞിന് കരിവള ചാർത്തി ആഘോഷിക്കുകയാണ്. ഇതിനായി ഗോകുലത്തിൽ നന്ദഗോപരുടെ ഭവനം എല്ലാവരും ചേർന്ന് അണിയിച്ചൊരുക്കുകയാണ്. പൂമാലകളും തോരണങ്ങളും ചാർത്തി വീട് നന്നായി വൃത്തിയാക്കി വീടിന്റെ പുറത്തൊക്കെ അലങ്കരിച്ചു. എല്ലാ ബന്ധുക്കളും, ആ ഗോകുലത്തിലുള്ള എല്ലാ ഗോപന്മാരും ഗോപികമാരും കുട്ടികളും എല്ലാവരും പുതിയ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ആ വീട്ടിൽ എത്തിച്ചേരുകയാണ്. യശോദാ മാതാവും രോഹിണി മാതാവും വരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വീകരിച്ച് അവരെ അകത്തേക്ക് കൊണ്ടുപോയി കുശലാന്വേഷണം നടത്തുന്ന തിരക്കിലാണ്. മാത്രമല്ല, സ്ത്രീകളെല്ലാം അടുക്കളയിൽ സദ്യവിഭവങ്ങൾ ഒരുക്കുകയാണ്. അങ്ങനെ എല്ലാവരും തിരക്കായ കാരണം യശോദാ മാതാവ് രാവിലെ തന്നെ ഉണ്ണിക്കണ്ണനെ നന്നായി കുളിപ്പിച്ച് ഉണ്ണിക്കണ്ണന് മഞ്ഞപ്പെട്ടുടുത്ത ശേഷം ഉമ്മറത്ത് കൊണ്ടുവന്ന് ഒരു പായ വിരിച്ചതിൽ കുട്ടിയെ കിടത്തിയിട്ട് മറ്റു ഗോപകുട്ടികളോടൊക്കെ ഉണ്ണിയെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോയി. മുതിർന്നവരൊക്കെ ഓരോരോ തിരക്കിലായിരുന്നു. കുട്ടികൾ എല്ലാവരും ഉണ്ണിക്കണ്ണന്റെ ചുറ്റും നിന്ന് ഉണ്ണിക്കണ്ണനെ കുറെ നേരം കളിപ്പിച്ചു. അതിനുശേഷം അവരൊക്കെ അവരുടെ സ്വതയുള്ള കളിബുദ്ധിയിൽ മുറ്റത്തിറങ്ങി കളിക്കാൻ തുടങ്ങി. ആ നേരത്ത് ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് ഒരു കാളവണ്ടി വന്ന് നിൽക്കുകയാണ്. അവിടെ എല്ലാ വീടുകളിലും കാളവണ്ടിയുണ്ട്. പക്ഷെ അതിൽ പെടാത്ത ഒരു പുതിയ വണ്ടി ഉണ്ണിക്കണ്ണന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. കുട്ടികൾ ആരും അത് ശ്രദ്ധിച്ചതുമില്ല. പക്ഷേ ഭഗവാന് മനസ്സിലായി ഈ കാളവണ്ടി ഏതാണെന്ന്. അത് ശകടാസുരൻ എന്നൊരസുരൻ വേഷം മാറി ഒരു വണ്ടിയുടെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്നതാണ്. അസുരന്മാർക്ക് മായാവിദ്യ കൊണ്ട് ഏതു രൂപത്തിൽ വേണമെങ്കിലും വരാൻ പറ്റും. ഇത് ശകടാസുരൻ എന്നു പേരായ ഒരു അസുരൻ ഒരു വണ്ടി, കാളവണ്ടിയുടെ രൂപത്തിൽ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് വന്നിട്ട് ഉണ്ണിക്കണ്ണനെ അതുകൊണ്ട് വണ്ടി കൊണ്ട് ഇടിക്കാൻ ഉദ്ദേശിച്ചാണ് വന്നത്. ഭഗവാന് ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. എങ്കിലും ഭഗവാൻ കുറച്ചു നേരം മിണ്ടാതെ കിടന്നു. പിന്നീട് കാല് ഇളക്കി കളിക്കുമ്പോൾ കാലുകൊണ്ട് വണ്ടിയിൽ പതുക്കെ ഒന്ന് തൊട്ടതേയുള്ളൂ. ആ വണ്ടി ശകടാസുരൻ മുറ്റത്ത് ദൂരെ തെറിച്ച് വീണ് പൊട്ടിച്ചിതറിപ്പോയി. ഭഗവാന്റെ ഒരു സ്പർശം കൊണ്ട് തന്നെ ശകടാസുരന് മോക്ഷം കിട്ടി. ഇതൊക്കെ കണ്ട കുട്ടികൾ അതിശയിച്ചു പോയി. വണ്ടി പൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് മുതിർന്നവരൊക്കെ ഇവിടെ ഓടി വന്നു. യശോദമ്മ ഓടി വന്നു ഉണ്ണിക്കണ്ണനെ വാരിയെടുത്ത് എന്തായിരുന്നു ശബ്ദം ചോദിച്ചപ്പോൾ എല്ലാവരും കാണുന്നത് ഒരു കാളവണ്ടി മുറ്റത്ത് പൊട്ടിച്ചിതറി കിടക്കുന്നതാണ്. അതാണെങ്കിൽ അവിടെ ഇല്ലാത്തൊരു കാളവണ്ടിയുമാണ്. ഈ വണ്ടി എവിടെ നിന്നും വന്നു, ആരുടേതാണ്, ആരാണ് ഒന്നും അവർക്ക് മനസ്സിലായില്ല. കുട്ടികൾ പറയുന്നത് ഒരു വണ്ടി ഇവിടെ വന്നു നിന്നു, ഉണ്ണിക്കണ്ണന്റെ കാല് തട്ടിയപ്പോൾ വീണു ഉടഞ്ഞു പോയിന്ന്. ഈ ചെറിയ കുട്ടിയുടെ കാല് തട്ടിയാൽ ഇങ്ങനെ വരുമോ? ആരും അത് വിശ്വസിച്ചതുമില്ല. കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല, അവർ വെറുതെ പറയണതാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയതാണ് എന്നൊക്കെ മുതിർന്നവർ ധരിച്ചു. ഭഗവാനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ കൈകാലിട്ട് ഇളക്കി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഭഗവാൻ തന്നെ ഉപദ്രവിക്കാനായി വന്ന രണ്ടാമത്തെ അസുരൻ, ആദ്യം പൂതന വന്നു, ഇപ്പോൾ വന്നത് ശകടാസുരൻ, ശകടാസുരനെയും മോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ചു. തുടർന്നും ഭഗവാന്റെ
ലീലകൾ കേൾക്കാൻ, രസകരമായ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.